ഹലോ ഹായ് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാവോ? ഒരു വെറൈറ്റി ഇനം വാഴയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് ഒരു വാഴയുടെ വിശേഷങ്ങളൊക്കെ ഇതാ പിറകെ വരുന്നതായിരിക്കും. ഒരു തടിമാടൻ നല്ല ഉയരത്തിലൊക്കെ പോകുന്നുണ്ട് ആള്. സാധാരണ വാഴ പോലെയല്ല, ഒരുപാട് ഉയരങ്ങളില്ലാവോട്ട് എന്താ പറയുക, സാധാരണ വൃക്ഷം പോലെ അങ്ങോട്ട് വളർന്ന് അവനിൽ അവസാനം എന്താ താങ്ങാൻ പറ്റാതെ ആയപ്പോൾ അവങ്ങനെ താഴെ അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ടുണ്ട്. മറ്റാരും അല്ല കേട്ടോ ഈ വാഴ. നമ്മുടെ എന്താ പറയുക, ഒരു ഔഷധം ഗുണമുള്ള ഫ്രൂട്ട്സാണ്. അതിൻ്റെ പേരാണ് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കുവിൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വാഴക്കുല ഒന്ന് കാണിച്ചേക്കാം. ഓക്കെ, ഇതാണ് ആ വാഴക്കുല. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് അറിയാമോ? മൊത്തമായിട്ട് ചുമന്ന കളറിലുള്ള വാഴക്കുലയാണ്. വാഴയുടെ സൈഡൊക്കെ ചുവന്ന കളറിലുള്ളതാണ്. ഇതാണ് ചെങ്കതളി എന്നറിയപ്പെടുന്ന വാഴയുടെ കുലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കദളി തെങ്കദളി പൂവേണോ കരളിൽ നമ്മുടെ ലതാജിയുടെ പാട്ടിൽ അങ്ങനെ വിരഞ്ഞു നിൽക്കുന്ന നമ്മുടെ ചെങ്കതളിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഔഷധ മൂല്യമുള്ള ഒരു വാഴ ഓക്കെ, വാഴ തന്നെയാണ് ഇത്, നമ്മുടെ ചെങ്കതളി. ഇതിപ്പോൾ എന്താണെന്നറിയോ, നല്ല ഉയരത്തിൽ പോയ വാഴയായിരുന്നു. അങ്ങനെ അവനെ താങ്ങാൻ പറ്റാതെ ആയപ്പോൾ അവൻ ഒന്ന് മറിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. അപ്പോൾ വീണത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ വാഴയുടെ വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പ് താഴെ പിടിക്കാനോ ക്യാമറ എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവൻ താഴെ ഇങ്ങനെ മറിഞ്ഞ് വീണപ്പോൾ ഞാനിത് ഷൂട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. കണ്ടില്ലേ, മൊത്തം ഒരു ചുവന്ന കളറിലാണ്. പക്ഷെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയോ, ഇതിപ്പോൾ ഒടിഞ്ഞു വീണല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ. തൊലിയൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഇനി കണ്ടില്ല എന്ന് പറയരുത്. ഇതാണ് ചെങ്കതളി. പിന്നെ ഈ വാഴയുടെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു ചുവന്ന കളറിലാണ്. ഇതിപ്പോൾ ഇങ്ങോട്ട് മറിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ല. അത്രയ്ക്കും പരിതാപകരമാണ് ഈ വാഴയുടെ അവസ്ഥ. അതുപോലെ തന്നെ ഇതിൻ്റെ വാഴക്കൂമ്പ്, നിങ്ങൾ കൂമ്പ് ആണോ എന്ന് അറിയില്ല പറയുന്നത്, പക്ഷേ ഞാനത് കാണിച്ചു തരുന്നതായിരിക്കും. സാധാരണ വാഴയുടെ കൂമ്പ് പോലെ അല്ല കേട്ടാ ഈ കൂമ്പ്. കണ്ടില്ല, ഇത് നല്ല ചുമന്ന കളറിലാണ്. എന്താ ചുമന്ന കളറിലുള്ള താമര എന്ന് നിങ്ങൾ വിചാരിച്ചു പോകും. പക്ഷേ താമരയല്ല കേട്ടാ, ചുമന്ന കളറിലുള്ള ഈ വാഴയുടെ കൂമ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ്. കണ്ടില്ലേ, ഇത് ഞാൻ ആ വാഴക്കുലയെ ഇങ്ങോട്ട് വലിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് ഒടിഞ്ഞു. അപ്പോൾ ഞാൻ ഒടിഞ്ഞെങ്കിലും സാരമില്ല, ഇങ്ങനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഇതാണ് ആ വാഴക്കുലയുടെ കുലയുടെ കൂമ്പ്. ഞാനത് താഴെ ഇട്ടിരിക്കുന്നു. ഇത് ഒരു വർഷം, ഇതിപ്പോൾ എത്രാമത്തെ കുലയാണ് ഈ വാഴയിൽ ഇങ്ങനെ വന്ന് നിൽക്കണത്. ഇത് ഒരു വാഴയിൽ ഒരു കുല മാത്രമേ ഉണ്ടാവാറുള്ളൂ, ക്ഷമിക്കുക. ഇപ്പോൾ ചെങ്കതളി വർഗത്തിൽപ്പെട്ട എനിക്ക് ഇവിടുന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുലച്ച് കിട്ടുന്ന 6ാമത്തെ കായ്ക്കുലയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ചെങ്കതളി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സ്വന്തം സുനിതാമി വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.